പുക കണ്ടെത്തിയതിനെ തുടർന്ന് എയർ ഇന്ത്യയുടെ മസ്കറ്റ് വിമാനം അടിയന്തരമായി തിരിച്ചിറക്കി. യാത്രക്കാരെ പുറത്തിറക്കി. സംഭവത്തിൽ എയർ ഇന്ത്യ അന്വേഷണം പ്രഖ്യാപിച്ചു. യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഒരുക്കുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ഇന്ന് രാവിലെ 10:45 പുറപ്പെടേണ്ട എയർ ഇന്ത്യയുടെ IS 549 വിമാനമാണ് ഇത്തരത്തിൽ പുക കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരെ തിരിച്ചിറക്കി ഇപ്പോൾ പരിശോധന തുടരുന്നത്. രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും മസ്കറ്റിലേക്ക് പുറപ്പെടുന്ന ഫ്ലൈറ്റ് ആയിരുന്നു ഇത്. ഏതായാലും 142 യാത്രക്കാർ അടങ്ങിയ വിമാനമായിരുന്നു ഇത്. ഉടൻ തന്നെ റൺവേയിൽ വെച്ച് വിമാനം പുറപ്പെടുന്നതിന് മുൻപായി ഇത്തരത്തിൽ പുക കണ്ടെത്തുകയായിരുന്നു. യാത്രക്കാർക്ക് ചെറിയ അസ്വസ്ഥതയും ഉണ്ടായതിനെ തുടർന്ന് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പുക സാന്നിധ്യം കണ്ടെത്തിയത്. ഉടൻ തന്നെ റൺവേയിൽ നിർത്തി യാത്രക്കാരെ തിരിച്ചിറക്കിയ ശേഷം ഈ വിമാനം പരിശോധിക്കുന്ന നടപടികളിലേക്ക് എയർപോർട്ടും അതോടൊപ്പം തന്നെ എയർ ഇന്ത്യ ജീവനക്കാരും നീങ്ങുകയായിരുന്നു. ഏതായാലും ഇത്തരത്തിൽ ഒരു പുക സാന്നിധ്യം കണ്ടെത്തിയതിനെ അന്വേഷണ മറ്റൊരു വിമാനം യാത്രക്കാർക്കായി ഏർപ്പെടുത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഉടൻ തന്നെ യാത്രക്കാർക്ക് മറ്റൊരു വിമാനത്തിൽ മസ്കറ്റിലേക്ക് യാത്ര ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഏതായാലും യാത്രക്കാർക്ക് നിലവിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഫ്ലൈറ്റ് ഒന്ന് മാറി, ഈ ഒരു തകരാറ് ഉണ്ടായതിനെ തുടർന്ന് ഫ്ലൈറ്റ് ഒന്ന് മാറ്റി നൽകുന്നു എന്ന ബുദ്ധിമുട്ടൊഴിച്ചാൽ മറ്റ് അപായങ്ങളൊന്നും തന്നെ യുദ്ധത്തിൽ മറ്റ് എന്തെങ്കിലും പ്രശ്നം ഈ വിമാനത്തിൽ ഉണ്ടോ എന്നതും പരിശോധിച്ചു വരികയാണ്.